ഓം ശാന്തി 23/8/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾ മുഴുവൻ കൽപ്പത്തിലും ഓൾറൗണ്ട് പാർട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർട്ട് പൂർത്തിയായി വീട്ടിലേക്ക് പോകണം. ചോദ്യം: നിങ്ങൾ കുട്ടികൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ മഹിമ ഏതെല്ലാം വാക്കുകളിലൂടെയാണ് പറയുന്നത്? ഉത്തരം: നമ്മൾ കുടുംബ ബ്രാഹ്മണരാണ്. നമ്മെ നിരാകാരനായ ഭഗവാൻ ഇരുന്ന് പഠിപ്പിക്കുകയാണ്. ലോകത്തിൽ മനുഷ്യർ മനുഷ്യരെ പഠിപ്പിക്കുന്നു. എന്നാൽ നമ്മളെ സ്വയം ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എത്ര ഭാഗ്യശാലികളായി! ചോദ്യം: ഈ ഡ്രാമയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ആരുടേതാണ്? ഉത്തരം: നിരാകാരനായ ബാബയുടെ. ബാബ നിങ്ങൾ സർവാത്മാക്കളുടെയും പിതാവാണ്. സർവാത്മാക്കളും ഡ്രാമയുടെ ചരടിൽ ബന്ധിതരാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനം ബാബയുടേതാണ്. ഓം ശാന്തി. ആത്മീയ കുട്ടികളോട് ആത്മീയ പിതാവ് ചോദിക്കുകയാണ്: മധുരമധുരമായ കുട്ടികളെ, തന്റെ വീടായ ശാന്തിധാമത്തെ ഓർമ്മയുണ്ടോ? മറന്നുപോയിട്ടില്ലല്ലോ. ഇപ്പോൾ 84 ജന്മത്തിന്റെ ചക്രം പൂർത്തിയായിരിക്കുന്നു. ഈ ചക്രം എങ്ങനെയാണ് പൂർത്തിയായത് എന്നും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സത്യുഗം മുതൽ കലിയുഗത്തിന്റെ അന്തിമം വരെ മറ്റാർക്കും ഇങ്ങനെ ചോദിക്കാൻ സാധിക്കില്ല. മധുരമധുരമായ ഓമന സന്താനങ്ങളോട് ബാബ ചോദിക്കുന്നു: ഇപ്പോൾ വീട്ടിലേക്ക് പോകണ്ടേ? ഇത് സുഖധാമമല്ലല്ലോ. ഇത് പഴയ ലോകമാണ്, ദുഃഖധാമമാണ്. അത് ശാന്തിധാമവും സുഖധാമവുമാണ്. ഇപ്പോൾ ഈ ദുഃഖത്തിൽ നിന്നും മുക്തമായി മുക്തിധാമത്തിലേക്ക് പോകണം. മുക്തിധാമം അഥവാ ശാന്തിധാമം മുന്നിൽ നിൽക്കുന്നത് പോലെയാണ്. അതാണ് വീട്. പിന്നീട് നിങ്ങൾ പുതിയ ലോകത്തിൽ വരും. അവിടെ പവിത്രതയും സുഖവും ശാന്തിയും ഉണ്ടാകും. ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. മഹിമയും ഇതുതന്നെയാണ്. ബാബയെയും വിളിക്കുന്നു: അല്ലയോ പതിത പാവന, ഈ പതിത ലോകത്തിൽ നിന്നും ഞങ്ങളെ കൊണ്ടുപോകൂ. ഇവിടെ വളരെയധികം ദുഃഖമാണ്. ഞങ്ങളെ സുഖത്തിലേക്ക് കൊണ്ടുപോകൂ. സ്മൃതിയിൽ വരുന്നുണ്ട്. സ്വർഗം എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്. ശരീരം ഉപേക്ഷിച്ചാൽ ഉടൻ പറയും: സ്വർഗം പോയി, സ്വർഗത്തിലേക്ക് പോയി. ആരാണ് പോയത്? ആത്മാവ്. ശരീരം പോകുന്നില്ലല്ലോ, ആത്മാവാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ ശാന്തിധാമത്തെയും സുഖധാമത്തെയും അറിയൂ. ബാക്കി ആർക്കും അറിയില്ല. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. ശാന്തിധാമം എന്താണ്, സുഖധാമം എന്താണ് എന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. നിങ്ങൾ സുഖധാമത്തിലായിരുന്നു, ഇപ്പോൾ ദുഃഖധാമത്തിലേക്ക് വന്നിരിക്കുന്നു. സെക്കൻഡുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, ദിവസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇപ്പോൾ 5000 വർഷങ്ങളിലെ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ബാബ കുട്ടികളുടെ സ്മൃതി ഉണർത്തുന്നു. വളരെ സഹജമായ കാര്യമാണ്. ഇതിൽ ആശയക്കുഴപ്പത്തിലേക്ക് വരേണ്ട ഒരാവശ്യവുമില്ല. ആത്മാവ് എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത് എന്നതും ആർക്കും അറിയില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളാണെങ്കിൽ ഓർമ്മിക്കുന്നതും വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണെങ്കിൽ 5000 വർഷത്തിന്റെ കാര്യമാണ്. വ്യാപാരികളും സ്വസ്തിക വരയ്ക്കാറുണ്ട്. അതിനെ ഗണേശൻ എന്ന് പറയുന്നു. ഗണേശന് ആനയുടെ തുമ്പിക്കൈ കാണിച്ചിരിക്കുന്നു. മനുഷ്യർ ചിത്രങ്ങൾ നിർമ്മിക്കാനായി പൈസ ചിലവഴിക്കുന്നുണ്ടല്ലോ. മുൻപ് നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടായിരുന്നു?
അത് കാറിൽ നിന്നും പെട്രോൾ കുറയുന്നത് പോലെ ദിനം പ്രതി കുറഞ്ഞു വന്നു. ഇപ്പോൾ നിങ്ങൾ വളരെ ബലഹീനരായിരിക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ അളവില്ലാത്ത സുഖം ഉണ്ടായിരുന്നു. അത്രയധികം ധനവും ഉണ്ടായിരുന്നു. ഈ രാജ്യം അവരെങ്ങനെയാണ് നേടിയത്? രാജയോഗം പഠിച്ചിരുന്നു. ഇതിൽ യുദ്ധത്തിന്റെ കാര്യമേ ഇല്ല. ഇതിനെ ജ്ഞാനത്തിന്റെ അസ്ത്രശസ്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. സ്ഥൂലത്തിലുള്ള ഒരു കാര്യവുമില്ല. ജ്ഞാനം, വിജ്ഞാനം. ജ്ഞാനത്തിന്റെയും ഓർമ്മയുടെയും അസ്ത്രശസ്ത്രങ്ങൾ എത്ര ഗംഭീരമാണ്! മുഴുവൻ വിശ്വത്തിലും നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. ദേവതകളെ അഹിംസകർ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നതിനുള്ള പഠിപ്പ് ലഭിക്കുകയാണ്. നമ്മൾ ഓരോ 5000 വർഷങ്ങൾക്കും ശേഷം പരിധിയില്ലാത്ത ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സമ്പത്ത് പ്രാപ്തമാക്കുമെന്നും നിങ്ങൾക്കറിയാം. ഇത് ആത്മാവിന്റെ കാര്യമാണ്. ഇതിൽ സ്ഥൂലത്തിലുള്ള യുദ്ധത്തിന്റെ കാര്യമേ ഇല്ല. ആത്മാവ് പതീതമായി മാറി. അതിനാൽ ആത്മാവ് പാവനമായി മാറുന്നതിനായി ബാബയെ വിളിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ഇത് ജീവാത്മാക്കളുടെ ലോകമാണ്. അതാണ് ആത്മാക്കളുടെ ലോകം. അതിനെ ജീവാത്മാക്കളുടെ ലോകം എന്ന് വിളിക്കില്ല. ഇത് ഓരോ നിമിഷവും ഓർമ്മയിൽ കൊണ്ടുവരണം. നമ്മൾ ദൂരദേശത്ത് വസിക്കുന്നവരാണ്. നമ്മൾ ആത്മാക്കളുടെ വീട് ബ്രഹ്മാണ്ഡമാണ്. ഇതും ബുദ്ധിയിൽ ഉണ്ടാകണം. നമ്മൾ അവിടെയാണ് വസിക്കുന്നത്. ഈ ആകാശ തത്വത്തിനും മുകളിൽ അവിടെ സൂര്യചന്ദ്രന്മാരും ഉണ്ടാകില്ല. നമ്മൾ അവിടെ വസിക്കുന്നവർ ഇവിടേക്ക് പാർട്ട് അഭിനയിക്കാനായി വന്നതാണ്. 84 ജന്മത്തിന്റെ പാർട്ട് അഭിനയിക്കുന്നു. എല്ലാവർക്കും 84 ജന്മങ്ങൾ എടുക്കാൻ സാധിക്കില്ല. പതുക്കെ പതുക്കെ മുകളിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ഓൾറൗണ്ടേഴ്സ് ആണ്. എല്ലാ ജോലിയും ചെയ്യുന്നവരെയാണ് ഓൾറൗണ്ടർ എന്ന് പറയുന്നത്. നിങ്ങളും ഓൾറൗണ്ടർമാരാണ്. ആദ്യം മുതൽ അന്ത്യം വരെ നിങ്ങൾക്ക് പാർട്ടുണ്ട്. ഇപ്പോൾ ഈ ചക്രത്തിന്റെ അവസാനമാണ്. എന്നിട്ടും മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. വളരെയധികം കുട്ടികളുണ്ട്. അവർ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. വൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. ബാബ നിങ്ങൾ കുട്ടികൾക്ക് ഹംസോ എന്നതിന്റെ അർത്ഥവും മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവർ പറയുന്നത് നമ്മൾ ആത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്നാണ്. അവർക്ക് ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തിന്റെയും കാലയളവിന്റെയും അറിവില്ല. നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഈ ശരീരത്തിൽ നിങ്ങളിപ്പോൾ ബ്രാഹ്മണരാണ്. പ്രജാപിത ബ്രഹ്മാവിലൂടെ ശിവബാബ നിങ്ങളെ ദത്തെടുത്തിരിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇത് ഓർമ്മ ഉണ്ടായിരിക്കേണ്ടേ? ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. ബാബ ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. സർവാത്മാക്കളും ഈ ഡ്രാമയുടെ നൂലിൽ കോർക്കപ്പെട്ടവരാണ്. നമ്മൾ ആരംഭത്തിൽ ദേവതകളായിരുന്നു. പിന്നീട് നമ്മൾ തന്നെ ക്ഷത്രിയ ധർമ്മത്തിലേക്ക് വന്നു. അഥവാ സൂര്യവംശിയിൽ നിന്ന് ചന്ദ്രവംശിയായി മാറി. എത്ര ജന്മങ്ങൾ എടുത്തു എന്നെല്ലാം ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഈ ജ്ഞാനം നിങ്ങളിൽ മുൻപ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ബാബ മനസ്സിലാക്കി തന്നത്. ഇത് വർണ്ണങ്ങളുടെ കുട്ടിക്കരണം മറിയലാണ്. ഇപ്പോൾ വീണ്ടും ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനായിരിക്കുന്നു. ബ്രാഹ്മണനിൽ നിന്ന് പിന്നീട് ദേവതയായി മാറും. വിരാട്ട രൂപം കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്.
എങ്ങനെയാണ് നമ്മൾ താഴേക്ക് വീണത്, പിന്നീട് ബ്രാഹ്മണ കുലത്തിലേക്ക് വന്നു, ഇനി ദൈവിക പരമ്പരയിൽ വരും. ഇപ്പോൾ നിങ്ങൾ കുടുംബ ബ്രാഹ്മണരാണ്. കുടുംബ ഏറ്റവും ഉയർന്നതായിരിക്കും. നിങ്ങളുടേത് അത്രയും ഉയർന്ന കുലമാണെന്ന് പറയാൻ സാധിക്കും. ഭഗവാനായ ബാബ വന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എത്ര ഭാഗ്യശാലികളാണ്. തന്റെ ഭാഗ്യത്തിന്റെ മഹിമ പാടൂ. പുറത്താണെങ്കിൽ മനുഷ്യരാണ് എല്ലാ മനുഷ്യരെയും പഠിപ്പിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നിരാകാരനായ ബാബയാണ് പഠിപ്പിക്കുന്നത്. ബാബ കൽപ്പകൽപ്പത്തിൽ ഒരു തവണ മാത്രമാണ് വന്ന് ജ്ഞാനം നൽകുന്നത്. പഠിപ്പ് എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ. വക്കീലിനുള്ള പഠിപ്പ് പഠിച്ച് വക്കീലാകുന്നു. എല്ലാ മനുഷ്യരെയും മനുഷ്യരാണ് പഠിപ്പിച്ചു വന്നത്. ഇപ്പോൾ ഇത് ഭഗവാന്റെ വാക്കുകളാണ്. മനുഷ്യനെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയില്ല. ഭഗവാൻ നിരാകാരനാണ്. ഇവിടെ വന്ന് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. പഠിപ്പ് സൂക്ഷ്മവതനത്തിലോ മൂലവതനത്തിലോ പഠിക്കില്ല. പഠിപ്പ് ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഇതിൽ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. സ്കൂളിൽ കുട്ടികൾ എപ്പോഴെങ്കിലും ഞങ്ങൾ ആശയക്കുഴപ്പത്തിലാണ്, ഞങ്ങൾക്ക് നിശ്ചയം വരുന്നില്ല എന്ന് പറയുമോ? അവർ പഠിപ്പ് പഠിച്ച് തന്റെ പദവി നേടുന്നു. ഈ ലക്ഷ്മി നാരായണന്മാർ സത്യയുഗത്തിന്റെ ആദിയിൽ വിശ്വത്തിന്റെ അധികാരിയായി മാറിയത് എങ്ങനെയാണ്? തീർച്ചയായും ബാബയിലൂടെ ആയിരിക്കും ആയിട്ടുണ്ടാവുക. ബാബ സത്യമേ പറയൂ. ഭഗവാന് തെറ്റായ എന്തെങ്കിലും കാര്യം പറയാൻ സാധിക്കുമോ? വളരെ വലിയ പരീക്ഷയാണ്. ഈ സമയത്ത് പ്രജയുടെ മേൽ രാജ്യം ഭരിക്കുകയാണ്. രാജാവും റാണിയും ഇല്ല. സത്യയുഗത്തിൽ രാജാവും റാണിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ഇല്ല. ഇതിനെ പഞ്ചായത്ത് ഭരണം എന്നാണ് പറയുന്നത്. ഗീതയിൽ എഴുതിയിട്ടുണ്ട്, കൗരവരും പാണ്ഡവരും. ആത്മീയ വഴികാട്ടികൾ നിങ്ങളല്ലേ? നിങ്ങളെല്ലാവർക്കും ആത്മീയ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. അത് നിങ്ങൾ ആത്മാക്കളുടെ ആത്മീയ വീടാണ്. ആത്മാവ് ജന്മമെടുത്ത് പാട്ടഭിനയിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും ഋഷി മുനിമാർക്ക് പോലും അറിയില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അവരുടേത് പൂർണമായ കണക്കുകളല്ല. പകുതി പകുതി പോലും ആവില്ല. മുഴുവൻ പകുതി സുഖധാമവും ബാക്കി മുഴുവൻ പകുതിയിൽ ദുഃഖധാമവുമാണ്. ഇത് പതീത ലോകമാണ്, വികാരി ലോകം. അത് നിർവികാരി ലോകമാണ്. ബാബ എത്ര ഉയർന്നതിലും ഉയർന്നതാണ്, പക്ഷേ എത്ര സാധാരണമാണ്. ഏതെങ്കിലും വലിയ ആൾ ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് എത്ര ബഹുമാനം നൽകുന്നു. പതീത ലോകത്തിൽ പതീതരായ മനുഷ്യർ പതീതരായ മനുഷ്യരെ തന്നെയാണ് കാണുന്നത്. പാവനമായവർ ഗുപ്തമാണ്, പുറത്തുനിന്ന് ഒന്നും കാണപ്പെടില്ല. ബാബയെ ജ്ഞാനസാഗരൻ, ആനന്ദസാഗരൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ബാബയിൽ നിറഞ്ഞിരിക്കുന്നു. അതിനാലാണ് ബാബയെ ജ്ഞാനസാഗരൻ എന്ന് പറയുന്നത്. ഓരോ മനുഷ്യരുടെയും സ്ഥാനത്തിന്റെ മഹിമ വ്യത്യസ്തമാണ്. മന്ത്രിയെ മന്ത്രിയെന്നും പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയുമെന്നാണ് പറയുക. എന്നാൽ ഇത് ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ഏറ്റവും ഉയർന്ന സ്ഥാനം നിരാകാരനായ ബാബയുടേതാണ്. നമ്മളെല്ലാവരും ബാബയുടെ കുട്ടികളാണ്. അവിടെ നമ്മൾ എല്ലാവരും ബാബയോടൊപ്പം പരംധാമത്തിൽ വസിക്കും.
അതാണ് വീട്. ഇവിടെ എല്ലാവർക്കും തന്റേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ചിലർ തന്റെ ഒരു ജന്മത്തിലെ പാർട്ട് അഭിനയിച്ച് തിരിച്ചു പോകുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, ഇത് മനുഷ്യ സൃഷ്ടിയുടെ വ്യത്യസ്തമായ വൃക്ഷമാണ്. ഒന്നിന് മറ്റൊന്നുമായി സാമ്യമുണ്ടാകില്ല. ആത്മാവ് ഒരുപോലെയാണ്. എന്നാൽ ശരീരങ്ങൾക്ക് ഒന്നിന് മറ്റൊന്നുമായി സാമ്യം ഉണ്ടാകില്ല. നാടകങ്ങളും കാണിക്കാറുണ്ട്. അതിൽ ഒരുപോലെ ഛായയുള്ള 2 പേരെ കാണിക്കുന്നു. അപ്പോൾ പത്നിക്ക് തന്റെ പതി ഇതാണോ അതോ അതാണോ എന്ന് സംശയം വരും. എന്നാൽ ഇത് പരിധിയില്ലാത്ത കളിയാണ്. ഇതിൽ ഒരാൾ മറ്റൊരാളെ പോലെ ഉണ്ടാകില്ല. ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ് വ്യത്യസ്തമായിരിക്കും. ആയുസ് ഒരുപോലെ ആയിരിക്കും, പക്ഷെ ഫീച്ചേഴ്സ് ഒരുപോലെ ആയിരിക്കില്ല. ഓരോ ജന്മത്തിലും ഫീച്ചേഴ്സ് മാറിക്കൊണ്ടിരിക്കും. എത്ര വലിയ പരിധിയില്ലാത്ത നാടകമാണ്. അതിനാൽ അതിനെ അറിയണമല്ലോ. മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഓരോരുത്തർക്കും ഡ്രാമയിൽ എന്ത് പാർട്ടാണോ ഉള്ളത് അതേ അഭിനയിക്കൂ. ഡ്രാമയിൽ ഒന്നും മാറ്റാൻ സാധിക്കില്ല. പരിധിയില്ലാത്ത ഡ്രാമയല്ലേ. ജന്മം എടുത്തുകൊണ്ടേയിരിക്കും. എല്ലാവരുടെയും ഫീച്ചേഴ്സ് വേറെ വേറെയാണ്. എത്ര വ്യത്യസ്തമായ ഫീച്ചേഴ്സാണ്. ഈ ജ്ഞാനം മുഴുവൻ ബുദ്ധിയും ഉപയോഗിച്ച് മനസ്സിലാക്കണം. അല്ലാതെ പുസ്തകങ്ങളൊന്നുമില്ല. ഗീതയുടെ ഭഗവാൻ കയ്യിൽ ഗീതയും കൊണ്ടാണോ വരുന്നത്? ബാബ ജ്ഞാനസാഗരനാണ്. പുസ്തകം കൊണ്ടുവരുമോ? പുസ്തകം ഭക്തി മാർഗത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഡ്രാമയിൽ ഉള്ളതാണ്. ഒരു സെക്കൻഡ് അടുത്ത സെക്കൻഡ് പോലെ ആയിരിക്കില്ല. നിങ്ങൾ കുട്ടികൾക്ക് എല്ലാം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ചക്രം പൂർത്തിയായാൽ പുതുതായി വീണ്ടും അടുത്തത് ആരംഭിക്കും. ഇപ്പോൾ നിങ്ങൾ പഠിക്കുകയാണ്. ബാബയെയും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. രചനയെയും മനസ്സിലാക്കി. മൂലവതനത്തിൽ നിന്നും ഇവിടേക്ക് വരുന്നത് പാർട്ട് അഭിനയിക്കാനാണ്. സ്റ്റേജ് എത്ര വലുതാണ്. അതിന്റെ ഭൂപടം നിർമ്മിക്കുക സാധ്യമല്ല. ആർക്കും എത്തിച്ചേരാനും സാധിക്കില്ല. സാഗരത്തിനും ആകാശത്തിനും ഒരു അവസാനവുമില്ല. അതിനാൽ എത്തിച്ചേരാനും സാധിക്കില്ല. അതിനാലാണ് അറ്റമില്ലാത്തത് എന്ന് പാടിയിരിക്കുന്നത്. മുൻപ് ഇത്രയും പരിശ്രമം ചെയ്തിരുന്നില്ല. ഇന്ന് പരിശ്രമിക്കുന്നുണ്ട്. സയൻസും ഇപ്പോഴാണ് ഉള്ളത്. വീണ്ടും എപ്പോൾ ആരംഭിക്കും? എപ്പോഴാണോ അവരുടെ പാർട്ടുള്ളത് അപ്പോൾ വീണ്ടും ആരംഭിക്കും. ഇത്രയും കാര്യങ്ങൾ ശാസ്ത്രങ്ങളിലുണ്ട്. പക്ഷെ കേൾപ്പിക്കുന്ന ആൾക്ക് പകരം കേൾക്കുന്ന ആളുടെ പേര് വെച്ചു. ഇത് കറുത്ത ആത്മാവാണ്. ബാബ വെളുത്ത ആത്മാവാണ്. കറുത്ത ആത്മാവ് ബാബയിലൂടെ കേട്ട് വെളുത്തതായി മാറിയതാണ്. ജ്ഞാനത്തിലൂടെ എത്ര ഉയർന്ന പദവിയാണ് ലഭിക്കുന്നത്. ഇത് ഗീതാ പാഠശാലയാണ്. ആരാണ് പഠിപ്പിക്കുന്നത്? അമരപുരിയിലേക്ക് വേണ്ടി ഭഗവാൻ രാജയോഗം പഠിപ്പിക്കുകയാണ്. അതിനാലാണ് അമരകഥ എന്നും പറയുന്നത്. തീർച്ചയായും സംഗമത്തിലായിരിക്കും കേൾപ്പിച്ചത്. ആരാണോ കൽപ്പം മുമ്പ് പഠിച്ചത് അവർ വന്ന് പഠിക്കും. പിന്നീട് നമ്പർ അനുസരിച്ച് പദവിയും നേടും. നിങ്ങളിവിടെ എത്ര തവണ വന്നിട്ടുണ്ട്? എണ്ണാൻ പറ്റാത്തത്ര തവണ. ആരെങ്കിലും ചോദിക്കും, ഈ നാടകം എപ്പോഴാണ് ആരംഭിച്ചത്? നിങ്ങൾ പറയും, ഇത് അനാദിയായി നടന്നു വന്നതാണ്. എണ്ണാൻ പറ്റില്ല.
എപ്പോഴാണ് ആരംഭിച്ചത് എന്ന് ചോദിക്കണമെന്ന ചിന്ത പോലും നിങ്ങൾക്ക് വരില്ല. ശാസ്ത്രങ്ങളിലെല്ലാം ഭക്തിമാർഗത്തിലെ കഥകളാണ്. അത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ അനേകം ഭാഷകളുണ്ട്. സത്യുഗത്തിൽ അനേക ഭാഷകൾ ഉണ്ടാകില്ല. നിങ്ങൾ ഒരു ധർമ്മം, ഒരു ഭാഷ, ഒരു രാജ്യത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. അവരാണെങ്കിൽ ശാന്തി സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നവർക്ക് സമ്മാനം നൽകുന്നു. ശിവബാബ നിങ്ങൾക്ക് മുഴുവൻ വിശ്വത്തിലും ശാന്തി സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നു. ബാബയ്ക്ക് നിങ്ങൾ എന്ത് സമ്മാനം നൽകും? ബാബയാണെങ്കിൽ സമ്മാനം നിങ്ങൾക്കാണ് നൽകുന്നത്. ബാബ സമ്മാനം സ്വീകരിക്കുന്നില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇന്നലത്തെ കാര്യമാണ്. എപ്പോഴാണോ ദേവീ ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നത് അപ്പോഴുള്ള കാര്യമാണത്. ഇപ്പോഴാണെങ്കിൽ താമസിക്കാൻ പോലും സ്ഥലമില്ല. അവിടെ 2ഉം 3ഉം നിലകൾ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടാകില്ല. മരകഷ്ണങ്ങളുടെ ആവശ്യവും ഉണ്ടാകില്ല. അവിടെ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള കെട്ടിടങ്ങളായിരിക്കും ഉണ്ടാകുക. സയൻസിന്റെ ശക്തി കൊണ്ട് പെട്ടെന്ന് വീട് ഉണ്ടാക്കി കഴിയും. ഇവിടെയാണെങ്കിൽ സയൻസ് കൊണ്ട് സുഖവുമുണ്ട്, ദുഃഖവുമുണ്ട്. അതിലൂടെ മുഴുവൻ ലോകവും നശിക്കും. ഇതിനെയാണ് മായയുടെ അസ്തമയം എന്ന് പറയുന്നത്. മായയുടെ എത്ര വലിയ മടിത്തട്ടാണ്. ധനവാന്മാർക്ക് ഇത് തന്നെയാണ് സ്വർഗം. അതിനാൽ അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നതേയില്ല. മുൻപ് നിങ്ങൾക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ ബാബ നേരിട്ട് വന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. പുറത്താണെങ്കിൽ പിന്നെയും കുട്ടികളാണ് പഠിപ്പിക്കുന്നത്. മിത്രസംബന്ധികൾ മുതലായവരെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ ബാബയാണ് ഇരുന്ന് മനസ്സിലാക്കി തരുന്നത്. പ്രതിദിനം നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ പക്ക ആയിക്കൊണ്ടിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഒന്നും ഓർമ്മയുണ്ടാകില്ല. കേവലം വീടും രാജധാനിയും മാത്രം ഓർമ്മ വരും. പിന്നീട് ഈ ജോലി കാര്യങ്ങളൊന്നും ഓർമ്മ വരില്ല. ഇരുന്ന ഇരിപ്പിൽ ഹൃദയാഘാതം വന്ന് എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ മരിക്കും. ദുഃഖത്തിന്റെ കാര്യമില്ല. ആശുപത്രികൾ മുതലായവ ഒന്നും തന്നെ ഉണ്ടാകില്ല. ബാബയെ അറിഞ്ഞു, പിന്നെ വിശ്വത്തിന്റെ അധികാരിയായി മാറി. നിങ്ങളുടെ അവകാശമാണിത്, എല്ലാവരുടേതുമല്ല. എന്തെന്നാൽ സ്വർഗത്തിലേക്ക് എല്ലാവരും വരില്ലല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ആത്മീയ വഴികാട്ടിയായി മാറി എല്ലാവർക്കും ആത്മീയ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ജ്ഞാനത്തിന്റെയും യോഗത്തിന്റെയും അസ്ത്രശസ്ത്രങ്ങളിലൂടെ മുഴുവൻ വിശ്വത്തിലും രാജ്യം ഭരിക്കണം. ഡബിൾ അഹിംസകരായി മാറണം. 2. 84 ജന്മങ്ങളുടെ ഓൾറൗണ്ട് പാർട്ട് അഭിനയിക്കുന്നവർ ഇപ്പോൾ ഓൾറൗണ്ടർമാരായി മാറണം. എല്ലാ ജോലിയും ചെയ്യണം. പരിധിയില്ലാത്ത വ്യത്യസ്തമായ ഡ്രാമയിൽ ഓരോരുത്തരുടെയും പാർട്ടിനെ കണ്ടുകൊണ്ടും ഹർഷിതമായിരിക്കണം. വരദാനം: അവിനാശിയായ ഉണർവ് ഉത്സാഹത്തിലൂടെ കൊടുങ്കാറ്റിനെ പോലും സമ്മാനമാക്കി മാറ്റുന്ന ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവായി ഭവിക്കട്ടെ. ഉണർവും ഉത്സാഹവും ബ്രാഹ്മണരുടെ പറക്കുന്ന കലയുടെ ചിറകുകളാണ്. ഈ ചിറകുകൾ ഉപയോഗിച്ചാണ് ബ്രാഹ്മണർ സദാ പറന്നുയരുന്നത്. ഉണർവും ഉത്സാഹവും താങ്കൾ ബ്രാഹ്മണരുടെ
വലിയതിലും വലിയ ശക്തിയാണ്. ഉണർവുത്സാഹത്തിന്റെ സുഖം സദാ ഉണ്ടാകുന്നതിനാൽ ജീവിതം നീരസം നിറഞ്ഞതാകുന്നില്ല. ഉണർവും ഉത്സാഹവും ബുദ്ധിമുട്ടുകളെ പോലും എളുപ്പമുള്ളതാക്കി മാറ്റുന്നു. അതിനാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരുന്നില്ല. ഉത്സാഹം ഏത് പരീക്ഷണത്തെയും സമസ്യയെയും വിനോദമെന്ന അനുഭവം ചെയ്യിക്കുന്നു. ഇങ്ങനെയുള്ള അവിനാശിയായ ഉണർവിലും ഉത്സാഹത്തിലും ഇരിക്കുന്നവരാണ് ശ്രേഷ്ഠ ബ്രാഹ്മണർ. സ്ലോഗൻ: ശാന്തിയാകുന്ന വാസനദ്രവ്യം കത്തിച്ചുവെക്കുകയാണെങ്കിൽ അശാന്തിയാകുന്ന ദുർഗന്ധം ഇല്ലാതാകും. ഓം ശാന്തി.